നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതേ പ്രശ്നം കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായി മാറി. അത് നമ്മുടെ വീഡിയോ കൊണ്ടല്ല. നമ്മളിവിടെ വീഡിയോ ചെയ്താൽ അമേരിക്കയിലുള്ള കുറച്ച് പേരാണ് കാണുന്നത്. നേരെ മറിച്ച് ഇതേ വീഡിയോ നാട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നു. അത് നമുക്കൊരു ക്ഷീണം തന്നെയാണ്. എന്തായാലും നമ്മൾ പറയാനുള്ളത് പറയുന്നു. അതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം വന്നിരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്കെതിരാണ്. പ്രത്യേകിച്ച് ഇപ്പം അവരുടെ കുടുംബം ജ്ഞാനായക്കാരാണെന്ന് തോന്നുന്നു. ജ്ഞാനായക്കാരാണെങ്കിൽ ഏറ്റവും ദുഃഖകരമാണ്. കാരണം അതാണ് ഏറ്റവും പ്രബലപ്പെട്ട, ഏറ്റവും ഇഴയെടുപ്പമുള്ള ഒരു സമുദായമാണത്. ആ സമുദായത്തിൻ്റെ വൈദികരും അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ മറ്റ് ആളുകൾക്കും മറ്റുള്ളവരുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കത് അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. പിന്നെ എന്ത് സമുദായം, പിന്നെ എന്ത് സഭ? ഈ നമ്മുടെ ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഒരു സഹായത്തിനും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് എന്താണ് പ്രയോജനം ഇരിക്കുന്നത്? നമ്മൾ എന്ത് ക്രൈസ്തവികതയാണ്, എന്ത് മാനവികതയാണ് വെറും മനുഷ്യരാണെങ്കിൽ കൂടി ചെയ്യുന്ന കാര്യങ്ങൾ? അപ്പോൾ സഭയ്ക്കെതിരെയൊക്കെ വലിയ വിമർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു പുറമെ സഭയുടെ സ്ഥാപനങ്ങൾ, ഇപ്പോൾ കാരിത്താസ് ആശുപത്രി, അങ്ങനെ 12 ആശുപത്രികളിൽ ആ സ്ത്രീ ജോലിക്ക് ശ്രമിച്ചു. BSc നേഴ്സാണ്, പാസ്സായതാണ്. പക്ഷേ അവർ 9 വർഷത്തിൽ കൂടുതൽ, 12 വർഷമായിട്ടോ മറ്റോ അവർ ജോലി ചെയ്യുന്നില്ല. അപ്പോൾ 9 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തില്ലെങ്കിൽ പിന്നെ അവർക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇന്ത്യയിലെ ഒരു നിയമം. അത് ഭയങ്കരമല്ലേ? അത് അതിക്രൂരമായ ഒരു നിയമമല്ലേ? നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആ പഠിച്ചു കഴിഞ്ഞ കാര്യത്തിനൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തെ ഒരു പരിശീലനം, അങ്ങനെ വരുന്നവർക്ക് കൂടുതൽ കാലം, കുറച്ച് നാളുകൂടെ പരിശീലനം വേണമെന്നൊരു നിയമം വെക്കുന്നതിന് പകരം അവർക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്യാനേ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരാ പഠിച്ചത് മുഴുവൻ വേസ്റ്റായി പോകുന്നു. അത് മുഴുവൻ പിന്നെ ആർക്കും പ്രയോജനപ്പെടാതെ പോകുന്നു. അത് വലിയൊരു കഷ്ടം, ക്രൂരമായ ഒരു നിയമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ പേരിലാണ് ആശുപത്രിയിലൊന്നും അവർക്ക് ജോലി കൊടുക്കാതിരുന്നത്. അപ്പോൾ ജോലി കൊടുക്കാതിരുന്ന, അത് കൊടുത്തില്ലെങ്കിൽ, നേഴ്സായിട്ട് കിട്ടിയില്ലെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് കിട്ടുന്നതിന് ഇത്ര യോഗ്യതകളൊന്നും ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാമായിരുന്നു, കിട്ടാമായിരുന്നു, അവർക്ക് ചെയ്യാമായിരുന്നു. എന്താണ് അതിൻ്റെ പിന്നിൽ? നമുക്കറിയാം. ഓരോരുത്തരും ജീവിതം, അത് മക്കളെയും ചേർത്ത് ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ അതിനൊക്കെ കാരണങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ ആ വിഷമതകളെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അതിൽ നമുക്ക് സഹതപിക്കാനും നമുക്കും കണ്ണീരൊടുക്കാനുമേ പറ്റുകയുള്ളൂ. പക്ഷേ അതിന് സാമൂഹിക പ്രശ്നങ്ങൾ, ഒന്ന്, ഈ സഭ കെട്ടിടം ഉണ്ടാക്കാനുള്ള ആ ദാഹം ആദ്യം നിർത്തേണ്ട ഒരു കാര്യം അതാണ്. ഈ കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളത് കത്തോലിക്ക സഭയ്ക്ക്, എല്ലാ സഭയ്ക്കും അതൊക്കെ തന്നെ, കെട്ടിടം ഉണ്ടാക്കാനുള്ള ദാഹം. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഈ നേഴ്സിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. നേരത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു. നമ്മൾ ഏതെങ്കിലും ആശുപത്രി കയറി കഴിഞ്ഞാൽ നേഴ്സുമാരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അവർ പിടിച്ചു വെക്കും. അതുപോലെ തന്നെ ഇത്ര വിവാഹം കഴിഞ്ഞ കഴിഞ്ഞ സ്ത്രീകൾക്ക് നേഴ്സാകാൻ പറ്റത്തില്ല, നേഴ്സിങ്ങിന് പഠിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ക്രൂരമായ നിയമങ്ങളുണ്ടായിരുന്നു. അതിനെതിരെ നമ്മുടെ ഇവിടെ ഫിലഡൽഫിയയിൽ നിന്നൊക്കെ വിൻസെൻ്റ് ഇമ്മാനുവലും ബ്രിജിറ്റ് ഇമ്മാനുവലും അവരുടെയൊക്കെ നേതൃത്വത്തിൽ അതിനെതിരെ ഒരു നിയമപരമായിട്ടും അല്ലാതെയൊക്കെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിനൊരു ഫലം കാണുകയും ചെയ്തതാണ്. അപ്പോൾ ഈ പ്രശ്നവും കോടതി മുഖേനയും അതുപോലെ തന്നെ സംഘടനാ തലത്തിലും ഒക്കെ പരിഹരിക്കേണ്ടതാണ്. നേഴ്സുമാർ കുറേ കാലം ജോലി ചെയ്തില്ല എന്ന് കരുതി, അല്ലെങ്കിൽ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ചെയ്തില്ല എന്ന് കരുതി അവർക്ക് തിരിച്ചു വരാൻ പറ്റും എത്ര കാലം കഴിഞ്ഞാണേലും. പക്ഷേ അതിന് കുറച്ച് കാലം അവർ പരിശീലനം വീണ്ടും നേടേണ്ടി വരും. ഇപ്പം നേഴ്സിംഗ് 3 വർഷമോ 2 വർഷമോ 3 വർഷമൊക്കെയാണ് പഠിക്കുന്നത്. ആ 1-2 വർഷം കൂടി അവർ പരിശീലനം നേടണമെന്ന് പറഞ്ഞാൽ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പരിശീലന കാലമായിട്ട് കണക്കാക്കിയാൽ മതി, പ്രശ്നം തീരുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും ചെയ്യാതെ അത് ഔട്ട്റൈറ്റായിട്ട് വേണ്ട എന്നുള്ളൊരു സംവിധാനമാണ് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ സഭ ഒന്ന് വീണ്ടും ചിന്തിക്കേണ്ട ഒരു സമയമായി എന്ന് തോന്നുന്നു. ഇങ്ങനെ സഭാമക്കളൊക്കെ ഇങ്ങനെ ആത്മഹത്യയൊക്കെ ചെയ്യേണ്ട സ്ഥിതി വരുന്നത് അത് സഭയിലുള്ളവർ ശ്രദ്ധിക്കാതെ വരുന്നത് ഖേദകരം തന്നെയാണ്. പിന്നെ എന്ത് ക്രൈസ്തവ ധാർമ്മികതയാണ്, എന്ത് മതവിശ്വാസവും മാനവികതയുമാണുള്ളത്?